ദൈവത്തിൻ്റെ സ്തുതികളെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വായ് കൊണ്ട് പ്രസ്താവിക്കുക. സങ്കീർത്തനങ്ങൾ 119:46 ഇപ്രകാരം പറയുന്നു: ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. സന്തോഷവും സ്തോത്രവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവശക്തിയെ പുറപ്പെടുവിക്കും. സങ്കീർത്തനങ്ങൾ 22:3 ഇപ്രകാരം പറയുന്നു: ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പിൻവാങ്ങി ഇടറുകയും ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കാതെയും വരും. സങ്കീർത്തനങ്ങൾ 68:1-3 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവരും അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറുന്നതുപോലെ നീ അവരെ പതറിക്കുന്നു, തീയിങ്കൽ മെഴുക ഉരുകുന്നതുപോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും, അതെ, അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. നിങ്ങൾ എഴുന്നേറ്റ് ഉച്ചത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും നിങ്ങളുടെ ജയോത്സവങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടും. ആളുകളെ നിശബ്ദരാക്കുവാനും വായ് തുറക്കുവാതിരിക്കുവാനും സാത്താൻ നിരന്തരമായി ശ്രമിക്കുന്നത് കാണാം. പലപ്പോഴും ആരാധനയിൽ പങ്കെടുത്ത് ഭാഗവാക്കായി അനുഗ്രഹം പ്രാപിക്കുന്നതിനുപരി കേൾവിക്കാരായിരിക്കുന്ന അനേകരെ നമുക്കിന്ന് കാണാം. ഇവരുടെ ജീവിതത്തെ ശ്രദ്ധിച്ചാൽ അവർ ദൈവശക്തി നഷ്ടപ്പെട്ടവരായി ദൈവ നിലവാരത്തിന് താഴെ ജീവിക്കുന്നവരായിരിക്കും. കേട്ടും മനസ്സിലാക്കിയും വന്ന പഴയ സമ്പ്രദായങ്ങളുടെ ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയും ദൈവശക്തിയുടെ ദിവസങ്ങളാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-7 ഇപ്രകാരം പറയുന്നു: എഫ്രൈമ്യർ വീരന്മാരെ പോലെയാകും, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. വീഞ്ഞ കഴിക്കുമ്പോൾ ആളുകൾക്ക് ഇൻഹിബിഷൻ, വിലക്കുകൾ ഇല്ലാതെയാകുന്നത് പോലെ തോന്നും. ഇതുപോലെ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിലും കാണുന്നത്. പല ദിവസങ്ങൾ ഭയത്തിലും നിരാശയിലും കഴിഞ്ഞിരുന്ന അവർ ഉടൻ തന്നെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശക്തി പ്രാപിച്ച് ഉച്ചത്തിൽ സ്തുതിക്കുവാനും അന്യഭാഷയിൽ സംസാരിക്കുവാനും തുടങ്ങി. കണ്ടു നിന്നവരൊക്കെയും അവർ വീഞ്ഞ് കുടിച്ചിരിക്കുന്നുവെന്ന് സംശയിച്ചു. പല ആരാധനകളിലും സമ്പ്രദായങ്ങളിലും ഇന്ന് പലരും മാന്യമായ നിശബ്ദത സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും മധ്യത്തിൽ പ്രകടിപ്പിക്കുന്നത് കാണാം. ആരെങ്കിലും ഉറക്ക സ്തോത്രം പറയുകയോ സ്തുതിക്കുകയോ ചെയ്താൽ അവരെ തുറിച്ചു നോക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതായി കാണാം. മാന്യമായ നിശബ്ദത മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. നിങ്ങൾ സ്വതന്ത്രരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സമ്പ്രദായത്താൽ ചുറ്റപ്പെട്ട് ഭയചകിതരായി മനുഷ്യൻ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് ദൈവത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സ്വതന്ത്രരായി ചിരിക്കുവാൻ, സ്വതന്ത്രരായി സ്തുതിക്കുവാൻ, സ്വതന്ത്രരായി സന്തോഷിക്കുവാൻ, എപ്പോഴും അവന്റെ നന്മയെ പ്രസ്താവിക്കുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് വെക്കാമോ? ഇന്നു മുതൽ ദൈവത്തിന്റെ നന്മയെയും സ്തുതിയെയും പ്രസ്താവിച്ച് തുടങ്ങുക. ജോലിക്ക് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ ഈ താഴെ കാണുന്ന സങ്കീർത്തനങ്ങളിൽ നിന്ന് പറഞ്ഞ് തുടങ്ങി യാത്ര തുടങ്ങുക. സങ്കീർത്തനങ്ങൾ 9:1-3 വരെ ഇപ്രകാരം പറയുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിക്കും. ഞാൻ നിന്നിൽ ഘോഷിച്ചുല്ലസിക്കും. അത്യുന്നതനായുള്ളവേ, ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. എന്റെ ശത്രുക്കൾ പിൻവാങ്ങുകയിൽ ഇടറി വീണു നിന്റെ സന്നിധിയിൽ നശിച്ചു പോകും. സങ്കീർത്തനങ്ങൾ 34:1-3 വരെ ഇപ്രകാരം പറയുന്നു: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും
എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് നമുക്ക് ഇന്നു മുതൽ ദൈവത്തെ സ്തുതിക്കാം.